സംസ്ഥാനത്ത് ഇന്ധനവില വർധനവിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം പിറവം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് അരുൺ കല്ലറക്കലിന്റെ അധ്യക്ഷതയിൽ നടന്ന പ്രതിഷേധ യോഗത്തിൽ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു. ഇന്ധനവില വർധനവിനെതിരെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം പിറവം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനവും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചു. പിറവത്തെ ഇന്ദിരാഭവനിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് മുന്നിൽ സമാപിച്ചു. പ്രതിഷേധ യോഗം ബ്ലോക്ക് പ്രസിഡന്റ് പി.സി. ജോസ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും വില അനിയന്ത്രിതമായി വർദ്ധിപ്പിച്ചുകൊണ്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് ഈ രാജ്യത്തെ ജനങ്ങളുടെ മേൽ അധിക നികുതി ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ട് എല്ലാ നിത്യോപയോഗ സാധനങ്ങളുടെയും വില വർദ്ധിപ്പിക്കുന്ന രീതിയിൽ ഈ രാജ്യത്തെ ഇന്ധന വില വർദ്ധിപ്പിച്ചുകൊണ്ട് ദിവസം ഒരാഴ്ചയ്ക്കുള്ളിൽ 4-5 പ്രാവശ്യം ഈ രാജ്യത്തെ ഇന്ധനവില വർദ്ധിപ്പിക്കുന്ന നടപടികളിലേക്ക് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാം ഈ രാജ്യത്തെ നിത്യോപയോഗ സാധനങ്ങളുടെയും അതുപോലെ തന്നെ മറ്റുള്ള നിത്യോപയോഗ ഉപകരണങ്ങളുടെയും വില അനിയന്ത്രിതമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് രാജ്യം മുന്നോട്ട് പോകുന്നു. മണ്ഡലം പ്രസിഡന്റ് അരുൺ കല്ലറക്കൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ഈ രാജ്യത്ത് അധികാരത്തിൽ നിന്നപ്പോൾ 50 രൂപ പെട്രോളിനുണ്ടായിരുന്നപ്പോൾ അതിനെതിരെ അതിശക്തമായ സമരവും നടത്തിക്കൊണ്ട് ഈ രാജ്യത്തെ പെട്രോൾ വില വർധനവ് പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിൽ പിന്നെ അനിയന്ത്രിതമായി പെട്രോളിനും ഡീസലിനും ഗ്യാസിനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അനിയന്ത്രിതമായി വില വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സാധാരണക്കാരന് ജീവിക്കുവാൻ കഴിയാത്ത വിധത്തിൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ മാറ്റുന്നൊരു തലത്തിലേക്ക് പോയിരിക്കുകയാണ്. നൂറുകണക്കിന് പ്രവർത്തകർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു. പ്രകടനത്തിന് ബ്ലോക്ക് ഭാരവാഹികളായ ജെയ്സൺ പുളിക്കൽ, ഏലിയാസ് ഈനാംകുളം, അഡ്വക്കേറ്റ് കെ.എൻ. ചന്ദ്രശേഖരൻ, ജോർജ് നെടിയനിഗുഴി, സാജു കുറ്റിവേലിൽ, ജെയിംസ് കുറ്റിക്കോട്ടയിൽ, വർഗീസ് നാരേക്കാട്ട്, കൗൺസിലർമാരായ വി.ടി. പ്രതാപൻ, ഷിബു കാരേക്കാട്ട്, എം.കെ. ശിവഗിരി, അരുൺ മാത്യു, ജോൺ കെ. വർഗീസ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സിറിൽ ചെമ്മനാട്, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജാൻസി ഏലിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മുനിസിപ്പൽ ചെയർമാൻ കെ.ആർ. പ്രദീപ് കുമാർ, ഷാജു ഇലഞ്ഞിമറ്റം, തോമസ് മല്ലിപ്പുറം, രഞ്ജിത്ത് കൊച്ചുവീടൻ, വർഗീസ് തൂമ്പാപ്പുറം തുടങ്ങിയവർ പ്രതിഷേധ യോഗത്തിൽ സംസാരിച്ചു. ക്രൂഡ് ഓയിലിന് 106 രൂപ വില വന്നിട്ട് അതിപ്പോൾ താഴ്ന്ന് 95 നിലവാരത്തിലേക്ക് എത്തിയപ്പോൾ പോലും ഇപ്പോഴും വില കുറയ്ക്കാതെ ഓരോ ദിവസവും പെട്രോളിനും ഡീസലിനും വില കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത 8-10 ദിവസങ്ങൾക്കുള്ളിലാണ് 10ഓളം രൂപ പെട്രോളിനും ഡീസലിനും കേന്ദ്ര ഗവൺമെന്റ് കൂട്ടിയത്. അതിനു മുമ്പായിട്ട് 1000ഓളം രൂപ പാചകവാതകത്തിനും കൂട്ടി. ഇങ്ങനെയൊക്കെ വില കൂട്ടുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിൽ വിലക്കയറ്റമുണ്ടാകും. നിത്യോപയോഗ സാധനങ്ങൾക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് വില വർദ്ധിക്കും. ന്യൂസ് ബ്യൂറോ പിറവം. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.